ഹലോ ഗൈസ്, എല്ലാവർക്കും പ്രോട്ടോണിക്സ് ഗെയിമിംഗ് സോണിന്റെ പുതിയ ഒരു മൈൻക്രാഫ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ് നിങ്ങൾ തമ്മിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇന്ന് എൻ്റെ സ്വന്തം ഞാൻ കുറച്ചേരം ഇരുന്ന് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയ തമ്മിലാണ്. അത്യാവശ്യം പണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആൻഡ് കുറച്ചേരം ഇരുന്ന് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയ തമ്മിലാണ്. ആൻഡ് നമ്മൾ ഇന്ന് കുറച്ച് മൈൻക്രാഫ്റ്റ് മിത്ത് കാര്യങ്ങൾ നോക്കാൻ പോകണം. അപ്പം നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതല്ലേ പിന്നെ ചാനൽ അങ്ങ് സബ് ചെയ്തേക്കുക. ഓക്കെ, വലിയ പൈസയിലുള്ള കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ലൈവ് ഇടാൻ അതുകൊണ്ട് ഒരു 100 സബ്സ്ക്രൈബേഴ്സ് 50 വേണ്ടത്, എന്നാലും ഒരു 100 ആക്ക് നിങ്ങൾ. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരെ 1000 അടിക്കാനുള്ളതാണ്. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആ 24 എന്തായാലും അത്രയെങ്കിലും ഉണ്ടല്ലോ. ബാക്കി തുടങ്ങിയിട്ടാണ് ഞാൻ. അപ്പൊ തന്നെ 24 കുഴപ്പമൊന്നുമില്ല. ആൻഡ് ഇത് നമ്മൾ മൈൻക്രാഫ്റ്റിൽ മിത്തുകൾ ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ്. തുടക്കം തന്നെ നമുക്കൊരു പുതിയ വേൾഡ് ഉണ്ടാക്കും. സർവൈവലിൽ മിത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. വി ക്യാൻ ട്രൈ ഇറ്റ്. ഓക്കെ, ആൻഡ് ഞാനിവിടെ കുറെ ഫോൺ നിരത്തി പിടിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ മാത്രമല്ല, കുറെ ഫോണുണ്ട്. ഇത് ഐക്യുവിൻ്റെ ഒരു ഫോൺ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. റെഡ്മീൻ്റെ ഒരു ഫോൺ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു റെഡ്മീൻ്റെ ഫോണും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. വെറുതെ എനിക്ക് നോക്കാനായിട്ട് കുറെ ഇതിനൊക്കെ ആയിട്ട് ഞാൻ വെറുതെ വെച്ചിട്ടുണ്ട്. ഓക്കെ, എത്ര നാളായടാ എൻ്റെ മറ്റേ വേൾഡ് പോയി ഗൈസ്. ഓക്കെ, എൻ്റെ നമ്മൾ ഫസ്റ്റ് മിത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കട്ടെ. എന്താണ് ഫസ്റ്റ് മിത്ത് നമ്മുടെ? ഓക്കെ, ഫസ്റ്റ് മിത്ത് ഞാൻ കണ്ടു. അതായത് നമ്മുടെ TNT വെള്ളത്തിലിട്ട് പൊട്ടിച്ച ഒന്നും ഉണ്ടാവില്ല. സാൻഡിന്റെ മേലെ, അതായത് TNT സാൻഡിന്റെ മേലെ വെച്ച് പൊട്ടിച്ചാലാണ് TNT പൊട്ടത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്യാം. ഇവിടെ നമുക്ക് TNT എടുത്തിട്ടുണ്ട്. പിന്നെ സിമെന്റ് വേണം, എനിക്കൊന്നും നടക്കത്തില്ല. പിന്നെ നമുക്ക് ഇത് വേണം, സാൻഡ്. ഏതാ സാൻഡ്? എനിക്ക് ഷെയ്ഡ് സാധാ സാൻഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മള് നമ്മുടെ വെള്ളം നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. ഇതിന്റെ ഉള്ളിൽ പൊട്ടുമോ ഇല്ലേ? ഓക്കെ, പൊട്ടിയിട്ടില്ല. ഇനി നമ്മൾ TNT വെച്ചിട്ട് അതിന്റെ മേലെ ഒരു സാൻഡ് വെച്ചിട്ട് കത്തിക്കാണ്. എന്നിട്ട് പൊട്ടിയില്ല. ഞാൻ കണ്ട വീഡിയോയിൽ ഇങ്ങനെ വെച്ചേക്കാം. ഗ്രാവൽ വഴി നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് ഇവിടെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് ഇതിന് കത്തിച്ചോക്കാം. ഓ, മേലെ സ്റ്റോൺ ഉള്ളതുകൊണ്ട് പൊട്ടി. അപ്പൊ അങ്ങനെ സെക്കൻഡ് മിത്ത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് മിത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആർമർ സ്റ്റാൻഡ് ഇവിടെ വെച്ചിട്ട് അതിന്റെ കയ്യിൽ ഒരു ഗ്ലാസ് കൊടുത്ത് നൈറ്റ് വിഷൻ പോഷൻ കുടിച്ചു കഴിഞ്ഞാൽ, എന്നിട്ട് ആ ആർമർ സ്റ്റാൻഡിനെ ഇൻവിസിബിൾ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളത്തിന്റെ അടിയിലുള്ള സാധനങ്ങളെല്ലാം കാണാൻ പറ്റുന്നതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം കളയാം. ഇനി ആർമർ സ്റ്റാൻഡ് എവിടെയാടാ? ആർമർ സ്റ്റാൻഡ് കാണില്ല. നമുക്ക് ഇതാണ് ആർമർ സ്റ്റാൻഡ്. എന്റെ മോനെ, ഈ ഷെയ്ഡ് ആർമർ സ്റ്റാൻഡ്. പിന്നെ നൈറ്റ് വിഷന്റെ അല്ല, നമുക്ക് എറിയുന്നതാണ് വേണ്ടത്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് ഇൻവിസിബിളിന്റെ എറിയുന്ന ഒരു പൊസിഷൻ വേണം. പിന്നെ നമുക്ക് എന്തായിരുന്നു വേറൊന്നും. ഗ്ലാസ് വേണം. ഗ്ലാസും എടുക്കുന്നു. ഓക്കെ ഗൈസ്, ഇനി നമ്മുടെ ആർമർ സ്റ്റാൻഡ് അവിടെ വെക്കാം. നമുക്ക് താഴെ
ആനിമേഷൻ കൊള്ളാട്ടോ നമ്മുടെ സൈഡിലുള്ള ഇത് ഇവിടെ ഇങ്ങനെ വെക്കുന്നു. ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റൂലേ? ഈ ബെഡ് റോക്കിൽ പോസ് ചെയ്യാൻ പറ്റത്തില്ലേ? ഞാൻ ജാവയിലും പോസ് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്താണെങ്കിലും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഇനി നമ്മള് ഈ ഒരു ഇതിന് നമ്മൾ ഇത് കൊടുക്കുന്നു. അപ്പൊ ആർമർ സ്റ്റാൻഡ് ഇൻവിസിബിൾ ആയി. എന്നിട്ട് നമ്മൾ മോട്ടിവേഷൻ പോഷൻ ഇത് കണ്ട നിങ്ങള്? അതിന്റെ ഉള്ളിൽ കൂടെ കാണാൻ പറ്റും നമുക്ക്. ഇതാ ഇങ്ങനെ. പക്ഷെ ആ ഭാഗം കാണുന്നില്ല, എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് കൺഫേം ആണ്, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ ഗയ്സ്, നമ്മുടെ നെക്സ്റ്റ് എന്റെ കൈ കാണുന്നില്ല എന്ന് ഞാൻ നമുക്ക് പാൽ കുടിക്കണം. പ്യാൽ വേണം. അടിച്ചു കൊടുക്കുന്നത് ബെഡ്റൂമിന്റെ കീപാഡ് വർക്ക് ചെയ്തിട്ട് എന്തൊക്കെ ഗ്ലിച്ചാ മോനെ. എന്താണെങ്കിലും നമുക്ക് ഇനി വേണ്ടത് ഇവിടെ നിന്നും പ്യാൽ വേണം. നമുക്ക് ഒരു പാക്കറ്റ് പ്യാൽ നമുക്കിനി ഞാൻ കുടിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന്റെ നമ്മുടെ കൈയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ എഫക്റ്റും പോയി. ഇനി നമുക്ക് നമ്മുടെ തേർഡ് മിത്ത് ട്രൈ ചെയ്യാം. ഓക്കെ, നമ്മുടെ തേർഡ് മിത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു മറ്റേ ഹോഴ്സിനെ നമ്മുടെ ലെതർ ആർമർ വെച്ചിട്ട് കളർ ചെയ്തിട്ട് കൊടുത്താൽ നമ്മുടെ ഹോഴ്സിന് കളേർഡ് ആർമർ കിട്ടുന്നതാണ് പറയുന്നത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സാധനം എവിടെയാടാ? ഒന്നും കാണുന്നില്ലല്ലോ. ഞാൻ നോക്കട്ടെ. എനിക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഹോഴ്സ് ആർമർ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഡൈ ഉണ്ടല്ലോ, ഡൈ, ഇത് നമുക്ക് വേണ്ട ഡൈ അങ്ങോട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇപ്പൊ ഒരു മഞ്ഞയും പച്ച എടുത്തിട്ടുണ്ട്. ഇനി നമ്മള് നമ്മുടെ ഇത് കാണാം. എന്നിട്ട് ഇവിടെ ചെന്നിട്ട് നമ്മുടെ ഇത് ഇവിടെ വെക്കുക, ഇത് ഇവിടെ വെക്കുക. ഓക്കെ, ബെഡ് വേറൊരു രീതിയിലാണ് ചെയ്യുക. അത് ഞാൻ കണ്ടു. ജാവയിൽ ചെയ്യുന്ന പോലെയല്ല ബെഡ് റോക്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് കൾഡ്രോൺ വേണം. അതാ ഇത് വേണം. ഇതും പിന്നെ വാട്ടർ ബക്കറ്റും. എന്നിട്ട് നമ്മൾ ഇത് ഇവിടെ വെക്കുന്നു. വാട്ടർ ബക്കറ്റ് ഒറ്റ ഡൈ വെക്കുന്നു. ഒറ്റ ഡൈ ഉണ്ടാകുന്നത് വേറെ എന്തൊക്കെയോ പോലെ. ലെതർ ഹോഴ്സ് ആർമറാണ്. പക്ഷേ എനിക്ക് സൈഡില് ഗ്രീനായിട്ട് കാണുന്നുണ്ട്. അത് നമ്മളൊരു ഹോഴ്സിനെ ഇട്ടുകൊടുത്ത കളറാവോ? നോക്കട്ടെ. ഹോഴ്സ് ഇതല്ലേ? ഹോഴ്സിനെ നമ്മൾ എടുക്കുന്നു, മൗണ്ട് ചെയ്യുന്നു. മനസ്സിലായി? എനിക്കെന്നെ ഇഷ്ടപ്പെട്ടില്ലേ? മനസ്സിലായി. ഇനി നമുക്ക് ഇത് കണ്ടാ നിങ്ങള്? പച്ച ഹോഴ്സ് ആർമർ. അപ്പൊ നമുക്ക് നമ്മുടെ ഫോർത്ത് മിത്തിലോട്ട് കിടക്കാം. ഓക്കെ, അടുത്ത മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇതൊക്കെ എടുത്ത് കളയുന്നു. എന്നിട്ട് നമുക്ക് വേണ്ടത് ഒരു ബെഡാണ്. ബെഡ് എടുത്തിട്ട് വില്ലേജറിനെ വേണം. നമുക്ക് വില്ലേജറിനെ എടുത്തു. എന്നിട്ട് നമുക്ക് ഇനി വേണ്ടത് ഈ രണ്ട് സാധനങ്ങൾ മതി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെഡ് ഇത് 2 ബ്ലോക്ക് ഇങ്ങനെ താഴെ പോവുക, ഇവിടെയും താഴേക്ക് വീഴുക. ഇനി നമുക്കൊരു ബ്ലോക്ക് താഴേക്ക് പോകണം. എന്നിട്ട് നമ്മുടെ ബെഡ് ഇവിടെ ഇനിയും ഒരു സ്ഥലം വെച്ചിട്ട് അവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യേണ്ടതാണ്. നമ്മൾക്ക് ഇവിടെ
ഇവിടെ നമ്മൾ ഇങ്ങനെ 2 ബെഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി നമ്മൾ വില്ലേജറിനെ സ്പോൺ ചെയ്ത് ടൈം നമ്മൾ മിഡ് നൈറ്റ് ആക്കുകയാണെങ്കിൽ വില്ലേജർ കിടക്കൂ മച്ചാനെ. നമ്മൾ തോന്നുകയാണെങ്കിൽ ബെഡ് ഈസ് ഒബ്സ്ട്രക്റ്റഡ് എന്നാണ് കാണിക്കുന്നത്. വില്ലേജർ കിടക്കുന്നില്ല. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് മിത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം എങ്ങനെയൊക്കെ നമ്മുടെ നെക്സ്റ്റ് മിത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെതറിൽ പോയിട്ട് ഐസ് പൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് നെതറിൽ വെള്ളം ഒഴിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നില്ല. ട്രൈ ചെയ്തോക്കെ, ചിലപ്പോൾ വേണം. പിന്നെ ഐസ് ബ്ലോക്ക് വേണം. എല്ലാ ടൈപ്പ് ഐസ് ബ്ലോക്കും വേണം. ഏതാ വർക്ക് ചെയ്യുകയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് എല്ലാ ടൈപ്പ് ഐസ് ബ്ലോക്ക് വർക്ക് ചെയ്താലും ഓക്കെ വർക്ക് ചെയ്യാൻ ചാൻസ് കുറവാണ് സംഭവത്തിന്. ഇവിടെ ഫിഗർ നമ്മുടെ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം പണിയുന്നു. നമ്മൾ കത്തിക്കുന്നു. കുറെ കാലഘട്ടങ്ങൾക്ക് ശേഷം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ സാധനം ടൈപ്പ് ഓഫ് ഐറ്റംസ് കൊണ്ട് ആൻഡ് ഇതാ ഇത് ബ്രേക്ക് ചെയ്താൽ വെള്ളം കയറുന്നില്ല, ഇത് ബ്രേക്ക് ചെയ്താലും വെള്ളം വരുന്നില്ല. നമ്മളിനി ബക്കറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളൊന്ന് വാട്ടർ ബക്കറ്റ് എടുത്തിട്ട് നെതറിൽ വെള്ളം വർക്കില്ല. നെക്സ്റ്റ് മിത്തും നമ്മുടെ നെതറിൽ വർക്ക് ചെയ്യുന്നതാണ്. അതായത് നമ്മളൊരു വെറ്റ് സ്പോഞ്ച് എടുത്തിട്ട് വെറ്റ് സ്പോഞ്ച് എടുത്തിട്ട് നമ്മൾ നെതറിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഡ്രൈ സ്പോഞ്ച് ആവുമെന്നാണ് പറയുന്നത്. അത് ട്രൈ ചെയ്തേക്കാം. എന്റെ കീപാഡ് വർക്ക് ചെയ്യുന്നില്ല, അപ്പൊ അല്ലല്ലോ. സ്പോഞ്ച് കിട്ടിയിട്ടുണ്ട്. നെതറിൽ വെച്ച ഡ്രൈ സ്പോഞ്ച് ആയി. നമ്മുടെ നെക്സ്റ്റ് മിത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാ ഗ്ലാസ് വെച്ചിട്ട് നമ്മൾ മേലോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മേഘം കാണാൻ പറ്റും. ബട്ട് സ്റ്റെയിൻഡഡ് വൈറ്റ് ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മേഘം കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. ഇതാണ് സാധാ ഗ്ലാസ്. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്ലാസ്. അതോ ഇതാണോ എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും ഈ 3 ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഇതിൽ നോക്കാം. നമ്മളിപ്പോ സാധാ പോലെ 2 ബ്ലോക്ക് വെക്കുന്നു, ഇവിടേക്ക് 2 ബ്ലോക്ക് വെക്കുന്നു. ചെറിയ ലാഗ് ഉണ്ട്, നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഇവിടെയും വെക്കുന്നു. ഇത് നമ്മൾ മേലോട്ട് നോക്കിയാൽ നമുക്ക് നമ്മുടെ മേഘം കാണാൻ പറ്റും. ഓക്കെ, ഇനി അതിന്റെ മേലെ നമ്മൾ ഈ ഗ്ലാസ് വെച്ചാൽ കാണാൻ പറ്റുമോ എന്നാണ് എന്റെ ചോദ്യം. പറ്റുന്നുണ്ടല്ലോ. കേശവ നോക്കട്ടെ. അത് അങ്ങനെ ചെയ്തോണ്ടാണോ ഇനി? നോക്കട്ടെ ഗൈസ്. ഇനി വേറെ ഏതെങ്കിലും ക്ലാസ് ഉണ്ടോ? ടിൻഡഡ് ഗ്ലാസ് വെച്ചിട്ട് ഒരു മിത്ത് ഉണ്ട് നമുക്ക്. ഞാൻ പിന്നെ തന്നെ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ദിസ് മിത്ത് ഈസ് ബസ്റ്റഡ്. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് മിത്തിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് മിത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ഇപ്പം ഇവിടെ 3 ബ്ലോക്ക് സൈസില് ഇവിടെ ഒരു മുറി പോലെ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതായത് ജസ്റ്റ് ഒരു വിയേർഡ് മുറി അങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്തിടാം. അതായത് ഗ്ലാസ് കോൺക്രീറ്റ് ഭയങ്കരമായിട്ട് ആൻഡ് നമ്മളുടെ മിത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ ടിൻഡഡ് ഗ്ലാസ് ഈ ഒരു ബ്ലാക്ക് കളർ റൂമിന്റെ ഉള്ളിൽ വെച്ചിട്ട്, അല്ല റൂമിന്റെ പുറത്തായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഒരു വില്ലേജർ നിന്നാൽ നമുക്ക് കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്.
അപ്പോ നമുക്ക് ഇനി വേണ്ടത് ഇതിന്റെ അടിയിൽ നമുക്കിത് വെക്കണം കേട്ടോ. അടിയിലും മുകളിലും വെക്കണം. നൈറ്റ് രാവിലെ ആക്കട്ടെ. എന്നൊക്കെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? ഓക്കെ, നമ്മുടെ ഇതങ്ങ് പൊട്ടിക്കാം. ഇതും പൊട്ടിക്കാം. നമ്മൾ ഇതെടുത്ത് ഇവിടെ വെക്കുന്നു. ഇത് പൊട്ടിച്ച് കളയുന്നു. എനിക്കാണ് ലാഗ് അടിക്കുന്നത്. ഏത് പണിതിട്ട് നിങ്ങളേനെ കാണിക്കും. ഓക്കെ, അങ്ങനെ ഞാൻ ഒരു റൂം പണിതിട്ടുണ്ട്. ഇനി നമ്മള് ഇതിന്റെ ഉള്ളിലേക്ക് പൊട്ടിച്ച് കയറിയിട്ട് ഇതിനകത്തേക്ക് ഇനി നമുക്കൊരു വില്ലേജറിനെ ഇടണം. വില്ലേജർ. ഓക്കെ, നമുക്ക് വില്ലേജറിനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു വില്ലേജറിനെ അതിനകത്തിട്ടിട്ട് ഇവിടെ നമ്മുടെ ടിൻറ്റഡ് ഗ്ലാസ് നമ്മുടെ കോൺക്രീറ്റ് തന്നെ വെച്ചിട്ട് ഇതിങ്ങനെ ഒന്നും നമ്മുടെ വില്ലേജറിനെ കാണുക. അങ്ങനെ കാണുന്നില്ല എന്ന് പറയത്തില്ല, പക്ഷെ ഇത് പൊട്ടിച്ച ക്ലിയർ ആയിട്ട് കാണാം. അങ്ങനെ ക്ലിയർ ആയിട്ട് കാണൂല. അത്യാവശ്യം കൺഫേം ആണ്, ഫസ്റ്റ് ആണ്. അതായത് ഫുള്ള് കാണാൻ പറ്റില്ല എന്നാണ് ഒരു വീഡിയോയിൽ പറഞ്ഞത്. പക്ഷെ ഇത് ഫുള്ള് കാണുന്നുണ്ട്, പക്ഷെ ക്ലിയർ ഇല്ലാന്നായിരിക്കും. പക്ഷെ ഇത് പൊട്ടിച്ചാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ അത് സമനിലയിലാണ്. ഓക്കെ, ഒരു 10ൽ ഒരു 5 അങ്ങനെ പറയാൻ പറ്റും. അപ്പം ഇന്നത്തെ ലാസ്റ്റത്തെ മിത്ത് ഇതായിരുന്നു. പിന്നെ ഫൈനൽ ആയിട്ടൊരു മിത്ത് ഉണ്ട്. അതായത് നമ്മള് സബ്സ്ക്രൈബ് ബട്ടണിൽ പിടിച്ച് ഞെക്കിയിട്ട് ബെല്ലൈക്കൺ അമർത്തിയ എന്റെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം അതാണ് നമ്മുടെ ലാസ്റ്റ് മിത്ത്. ചെയ്യാത്തവരെല്ലാം ചെയ്ത് നോക്കുക, വർക്കായ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. ഇഷ്ടപ്പെട്ട വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാൻ നമ്മൾ 2000 സബ്സ്ക്രൈബേഴ്സ് ഇനി നമ്മൾ നോക്കിയിട്ട് മൈൻക്രാഫ്റ്റിന്റെ വീഡിയോ ഇനി ഇടുന്നതായിരിക്കും. അപ്പം അടുത്തൊരു വീഡിയോ പറഞ്ഞുകൊണ്ട് നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.